ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഈസി ആൻഡ് ഫൺ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്, ഒറിഗാമി റാറ്റ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 15 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് അത് കോർണർ ടു കോർണർ ഒന്ന് മടക്കി കൊടുക്കുക. ഒറ്റ പ്രാവശ്യം മാത്രം മടക്കിയാൽ മതി. അതിനുശേഷം അതിൻ്റെ സൈഡിൽ നിന്ന് സെൻറ്ററിലേക്കായിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക. ഏതെങ്കിലും ഒരു വശം മാത്രം ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ള പേപ്പർ നമ്മളിപ്പോൾ മടക്കിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും കിട്ടുക. ഇനി ആ പേപ്പറിൻ്റെ ഏറ്റവും മുകളിലേക്ക് ആയിട്ട് ഇതേപോലെ മടക്കിയെടുക്കാം. മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ട് മടക്കി കൊടുക്കാം. ഈ ഒരു രീതിയിലായിരിക്കും നമുക്കിപ്പോൾ കിട്ടുക. ഇനി മടക്കിയ പേപ്പർ നിവർത്തി അതിൻ്റെ സൈഡ് ഉള്ളിലേക്കായിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക. ഒരു സൈഡ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സൈഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി അതിൻ്റെ സൈഡുകൾ അതേപോലെ ഇങ്ങനെ മടക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി മടക്കിയ ഭാഗം മുകൾ വശത്തേക്ക് വരുന്ന മാതിരി പേപ്പർ നീളത്തിൽ രണ്ടായിട്ട് മടക്കിയെടുക്കാം. അതിനുശേഷം അതിൻ്റെ രണ്ടറ്റവും ഇതേപോലെ ഇങ്ങനെ മടക്കി സെൻറ്ററിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി മടക്കിയ പേപ്പർ നിവർത്തി ആ വശം ഫ്രണ്ടിലേക്കാക്കി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ടെയിൽ പോർഷനാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മടക്കിയ പേപ്പറിൻ്റെ രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കാം. മടക്കി കഴിഞ്ഞതിന് ശേഷം സെൻറ്ററിൽ നിന്ന് രണ്ടായിട്ട് ഒരിക്കൽ കൂടി ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ആ ഭാഗം മുകളിലേക്കാക്കി രണ്ട് സൈഡിൽ നിന്നും പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കാതുകളുടെ ഭാഗം സെറ്റ് ചെയ്യാനായിട്ട് ഹെഡ് പോർഷൻ്റെ അടുത്തുള്ള പേപ്പർ ഇതേപോലെ ഇങ്ങനെ നിവർത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കണ്ണുകൾ വരച്ചു കൊടുക്കാം. ഇനി ടെയിലിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി നിവർത്തി കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.